പാലക്കാട് കള്ളിൽ വീണ്ടും കഫ് സിറപ്പ് സാന്നിധ്യം കണ്ടെത്തി. ചുമ മരുന്നിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയത് ചിറ്റൂർ റേഞ്ചിലെ 3 ഷാപ്പുകളിൽ പരിശോധനാ ഫലം എക്സൈസിന് ലഭിച്ചു. CPM നേതാവ് രംഗനാഥൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഷാപ്പുകൾ. അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, വീണ്ടും കള്ളിൽ കഫ് സിറപ്പിൻ്റെ സാന്നിധ്യം, എന്താണ് വിശദാംശങ്ങൾ? പാലക്കാട് കള്ളിൽ വീണ്ടും കഫ് സിറപ്പ് സാന്നിധ്യം കണ്ടെത്തി. ചുമ മരുന്നിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയത് ചിറ്റൂർ റേഞ്ചിലെ 3 ഷാപ്പുകളിലാണ്. പരിശോധനാ ഫലം എക്സൈസിന് ലഭിച്ചു. CPM നേതാവ് രംഗനാഥൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഷാപ്പുകൾ. അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, വിശദാംശങ്ങൾ. അനിൽ നമ്പ്യാർ, പാലക്കാട് വീണ്ടും കള്ളിൽ ഈ ചുമമരുന്നിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുകയാണ്. 3 ഷാപ്പുകളിലാണ് ഇത്തരത്തിൽ കഫ് സിറപ്പിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. അതായത് 6-ാം ഗ്രൂപ്പ് മുളക്കാട് എന്ന ഭാഗത്ത്, അതുപോലെ മീനാക്ഷിപുരം എന്ന ഭാഗത്ത്, 5 വള്ളക്കാട് എന്ന ഭാഗത്ത്. ഇതിൽ ഈ 6-ാം ഗ്രൂപ്പായ മുളക്കാട് സുജാത എന്ന അവരുടെ ഉടമസ്ഥതയിലുള്ള ഷാപ്പുകളാണ്. അതുപോലെ തന്നെ മീനാക്ഷിപുരത്ത് CPM നേതാവ് കൂടെയായ രംഗനാഥൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ്. അതുപോലെ 5 വള്ളക്കാട് എന്ന പ്രദേശത്ത് പ്രജേഷ് എന്ന വ്യക്തിയുടെ ഉടമസ്ഥയിലുള്ള ഷാപ്പാണ് എന്നുള്ളതാണ്. ഏതായാലും ഇതിനെതിരെ ഈ ചുമമരുന്നിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയ ഷാപ്പുകൾക്കെതിരെ കർശന നടപടി ഉണ്ടാവും എന്നുള്ളതാണ് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ അല്പസമയം മുൻപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതായത് 15ഓളം ഷാപ്പുകളെ അടച്ചുപൂട്ടുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം നൽകും എന്നുള്ളതാണ്. അതായത് ഓരോ ഗ്രൂപ്പുകളാണ്, ഈ 3 ഗ്രൂപ്പുകളിലായിട്ടുള്ള 15ഓളം ഷാപ്പുകൾ പൂട്ടുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം നൽകും എന്നുള്ളതാണ് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ഷിബു വ്യക്തമാക്കുന്നത്. ഏതായാലും ഈ പാലക്കാട് തുടർച്ചയായിട്ട് ഇങ്ങനെ കള്ളുഷാപ്പുകളിൽ കള്ളിൽ ചുമമരുന്നിൻ്റെ സാന്നിധ്യം കണ്ടെത്തുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നേരത്തെ 2 ഷാപ്പുകളിൽ സമാന രീതിയിൽ ഈ ചുമമരുന്നിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. അന്ന് കുറ്റിപ്പള്ളം, അതുപോലെ വണ്ണാമട എന്നീ 2 ഭാഗത്തുള്ള ഷാപ്പുകളിലെ കള്ളിലാണ് ചുമമരുന്നിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നത്. ഈ ഷാപ്പുകളിൽ നിന്നും കള്ളിൻ്റെ സാമ്പിൾ ശേഖരിച്ചതിന് ശേഷം കൊച്ചിയിൽ അയച്ചാണ് ഇത് പരിശോധിക്കുന്നത്. അങ്ങനെ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ എടുത്ത കള്ള് അത് പരിശോധിച്ചപ്പോഴാണ് കള്ളിൽ ചുമമരുന്നിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അന്ന് ഈ എക്സൈസ് ഈ ഷാപ്പുകൾ പൂട്ടുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശമൊക്കെ നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ എങ്കിലും എന്തിനാണ് ഈ ചുമമരുന്ന് കള്ളിൽ ചേർത്ത് എന്നെ സംബന്ധിച്ചൊന്നും കൃത്യമായിട്ട് പറഞ്ഞിരുന്നില്ല. ചില ആളുകൾ തങ്ങളോട് വൈരാഗ്യമുള്ള ഈ ജീവനക്കാർ ചെയ്തതാണ് ഈ ചുമമരുന്നിന് കള്ളിൽ മിക്സ് ചെയ്തത് എന്നുള്ളത് ആയിരുന്നു അന്ന് ഈ ഷാപ്പിൻ്റെ ലൈസൻസുകളുടെ ഇതിനുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന മറുപടി എന്നുള്ളതാണ്. അതേസമയം തന്നെ ഇപ്പോൾ കൂടുതൽ ഷാപ്പുകളിലെ കള്ളിൽ ഇത്തരത്തിൽ ചുമമരുന്നിൻ്റെ സാന്നിധ്യം കണ്ടെത്തുമ്പോൾ അത് തീർച്ചയായിട്ടും ഈ ഏതെങ്കിലും ആളുകൾ വൈരാഗ്യത്തിൽ ചെയ്തതിന് അപ്പുറം ഈ ചുമമരുന്ന് കള്ളിൽ ബോധപൂർവം തന്നെ കലർത്തുകയാണ് ഇവർ എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. ഇനി എന്തിനാണ് ഇവർ ഇങ്ങനെ ചുമമരുന്ന് ഈ കള്ളിൽ ചേർക്കുന്നത് എന്നുള്ളതിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുകൊണ്ട് അത് കൂടുതൽ അന്വേഷണത്തിലൂടെ ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഈ ഷാപ്പുകളുടെ ലൈസൻസ് റദ്ദ് ചെയ്യുന്ന ഷാപ്പുകൾ പൂട്ടുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഉടൻ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ വ്യക്തമാക്കുന്നത്. 15ഓളം ഷാപ്പുകൾ ഏതായാലും ഇപ്പോൾ പുതുതായി വീണ്ടും ഈ ചുമമരുന്നിൻ്റെ സാന്നിധ്യം കള്ളിൽ ബെനഡറിൽ എന്ന ചുമമരുന്നിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ഈ 15ഓളം ഷാപ്പുകൾ കൂടി ഉടൻ തന്നെ പൂട്ടും എന്നുള്ളതാണ്. പാലക്കാട് കള്ളിൽ വീണ്ടും കഫ് സിറപ്പിൻ്റെ സാന്നിധ്യം കണ്ടെത്തി. ചുമമരുന്നിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയത് ചിറ്റൂർ റേഞ്ചിലെ 3 ഷാപ്പുകളിലാണ്. പരിശോധനാ ഫലം എക്സൈസിന് ലഭിച്ചു. CPM നേതാവ് രംഗനാഥൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഷാപ്പുകൾ. അരുൺ ആലത്തൂരാണ് വിവരങ്ങൾ നൽകിയത്.